കണ്ണൂർ ഇരിട്ടി കരിക്കോട്ടക്കരിയിൽ കാട്ടാന ഇറങ്ങി വായിൽ മുറിവേറ്റ നിലയിലാണ് ആനയുള്ളത്. വനവകുപ്പ് ജീവനക്കാരെത്തി കാട്ടാനയെ തുരത്താനുള്ള ശ്രമം നടത്തുകയാണിപ്പോൾ. ഫെലിക്സ്, ആനയെ വെള്ളം നനച്ച് അതിനൊന്ന് മയപ്പെടുത്താനുള്ള ശ്രമമാണ്, തുരത്തുകയല്ല. എന്താണ് അതിന് കാര്യമായ പരിക്കുണ്ടോ, ചികിത്സ നൽകേണ്ട സാഹചര്യമുണ്ടോ? ദിവിഷ്, ആനയിപ്പോൾ ജനവാസ മേഖലയിലാണുള്ളത്. ആനയുടെ വായിൽ പരിക്കുണ്ട്. അതായത് വനം വകുപ്പ് കരുതുന്നത് ഈ ആന പടക്കം വായിലെടുത്ത് കടിച്ച സമയത്ത് പൊട്ടി അങ്ങനെ പരിക്ക് പറ്റിയതാകാമെന്നതാണ് വനം വകുപ്പ് കരുതുന്നത്. ഏതായാലും ആന ഇപ്പോൾ ജനവാസ മേഖലയിലുണ്ട്. തുരത്താൻ ശ്രമിച്ചിട്ട് ആന വനത്തിനുള്ളിലേക്ക് പോകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആനയെ വെള്ളം, ഇപ്പോൾ അതിന് മുറിവുണ്ട്, വായിൽ മുറിവടക്കമുണ്ട്. അപ്പോൾ അതിനെ തണുപ്പിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആനയെ പരമാവധി തണുപ്പിക്കുകയാണ്. ആന അക്രമാസക്തമാകുന്നുണ്ട്. പലപ്പോഴായി വനം വകുപ്പിൻ്റെ വാഹനത്തിന് നേരെയടക്കം ആന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ മുറിവാണോ, അങ്ങനെ ചികിത്സ കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടോ? അതിന് കൂടുതൽ സംവിധാനമൊക്കെ കൊണ്ടുവരണ്ടേ അങ്ങോട്ട്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ മുറിവുണ്ട്, അത്യാവശ്യം നല്ലൊരു മുറിവാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ആനയുടെ വായിൽ നിന്നും രക്തം വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പരിക്ക് കുറച്ച് ഭേദമാകാൻ കഴിയും എന്നതാണ് കരുതുന്നത്. വനംവകുപ്പ് ഇപ്പോൾ ഈ ചികിത്സ നൽകുക എന്നതിനല്ല പ്രാധാന്യം നൽകുന്നത്, പരമാവധി ആനയെ കാട്ടിലേക്ക് തന്നെ തുരത്തുക എന്നതാണ്. ഇതിപ്പോൾ ഈ സ്ഥലം കരിക്കോട്ടക്കരി എന്ന സ്ഥലത്തിനോട് ചേർന്ന് കൂമൻതോട് എന്ന സ്ഥലമാണ്. ഭക്ഷണം എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് തോന്നുന്നു. ആനയുടെ ഒരു ശാരീരിക പ്രകൃതിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അതിരപ്പള്ളിയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഒരു മാതൃകയായിട്ട് നിൽക്കേണ്ടതാണല്ലോ. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ഒരാനയാണ് എങ്കിൽ അതിന് ചികിത്സ നൽകുക എന്നതിനല്ലേ ഒരു പ്രാമുഖ്യം നൽകേണ്ടത്? തീർച്ചയായിട്ടും അത്തരത്തിൽ ആന അവശനാണ്. എത്ര ദിവസം മുൻപാണ് ഈ മുറിവ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ല. ഏതായാലും ഏറെ ദിവസങ്ങൾക്ക് മുൻപാകം മുറിവ് സംഭവിച്ചതെന്ന് കരുതുന്നു. കാരണം ആന ഭക്ഷണം എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആന ക്ഷീണിതനായിട്ടുള്ളത്. അപ്പോൾ ആനയ്ക്ക് ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഇതൊരു ജനവാസ മേഖലയാണ്. ഇപ്പോൾ റബ്ബർ തോട്ടത്തിലാണിപ്പോൾ ആന നിൽക്കുന്നത്. ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്ക്, അതായത് ആതിരപ്പള്ളിയിലൊക്കെ കാടിനോട് ചേർന്ന സ്ഥലത്താണെങ്കിൽ ഇത് അങ്ങനെയല്ല, പൂർണ്ണമായും ജനവാസ മേഖലയിലാണ്. ഇവിടെ ആനയ്ക്ക് ചികിത്സ നൽകുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് ആനയെ കാട്ടിലേക്ക് തുരത്തുക. ആറളം ഫാമിൽ നിന്നും ആനയെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തിയ സമയത്താണ് അതിൽ ഒരാന ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഈ ആനയ്ക്ക് 3-4 വയസ്സ് മാത്രമാണ് പ്രായം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയാനയാണ്. പക്ഷേ പലപ്പോഴായി ആന അക്രമാസക്തമാകുന്നുണ്ട്. വനവകുപ്പ് വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. അത്തരം സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ട്. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചികിത്സയ്ക്കപ്പുറത്തേക്ക് ആനയെ തുരത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ജനവാസ മേഖലയിലാണ്, ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഈ 3 വാർഡ്, അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 10ാം ക്ലാസ് പരീക്ഷയാണ്, +2 പരീക്ഷയാണ്. പരീക്ഷയ്ക്കായി കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തിരിച്ച് വരാനുള്ള സമയമാകുന്നു. ആ സമയത്ത് ഈ വീടുകളിലേക്ക് കുട്ടികൾക്കൊന്നും എത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചെറിയ ആനയാണെങ്കിലും അക്രമാസക്തമാകുന്നുണ്ട് പലപ്പോഴായി. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പരമാവധി ആളുകളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ആണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിലും ആനയെ ഇപ്പോൾ തണുപ്പിക്കുന്നു. കാരണം നല്ല ചൂടാണ്. നമുക്കറിയാം ഈ സമയത്ത് വലിയ ചൂടുണ്ട്. അപ്പോൾ ആ ചൂടുള്ള സമയത്ത് ആന നേരത്തെ ഒരു സ്ഥലത്ത് കുറേ നേരം നിലയുറപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ. അവിടെ നിന്നും ആന വെള്ളം കണ്ടപ്പോൾ ആണ് ഇങ്ങോട്ടേക്ക് മാറിയത്. നേരത്തെയും ഇതുപോലെ തന്നെ ആനയ്ക്ക് വെള്ളം ഒഴിച്ച് നൽകിയിരുന്നു. ആ സമയത്ത് ആന കുറച്ച് കൂളായി. പിന്നീട് ആന ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറളം ഫാമിലേക്കാണ് ആന തിരികെ പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ആറളം ഫാമിലേക്ക് കുറേ ദൂരമുണ്ട്. അത് ഈ സമയത്ത് ആന ഓടിക്കുന്നത്
അത് ഫലപ്രദമാകില്ല. കാരണം ജനവാസ മേഖലയിലൂടെ, റോഡുകളിലൂടെ, ടൗണുകളിലൂടെ ഒക്കെയാണ് ആറള ഫാമിലേക്ക് കരിക്കോട്ടുകരി എന്ന സ്ഥലത്തുനിന്ന് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് വൈകുന്നേരത്തോടു കൂടി ഈ ആനയെ തുരത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. അത്രയും നേരം ഇവിടെ നിലയുറപ്പിക്കുകയാണെങ്കിൽ അവിടേക്ക് നിലയുറപ്പിക്കട്ടെ, അതിന് വെള്ളവും ഒക്കെ കൊടുത്ത് ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊരു സമീപനമാകാം വനംവകുപ്പ് സ്വീകരിക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആന ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ ഇരിട്ടിയിലാണ് ഇങ്ങനെ ഒരു ആന എത്തുന്നത്. അത് പടക്കം മറ്റോ കടിച്ച് പടക്കം പൊട്ടി അതിൻ്റെ വായ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അക്രമാസക്തനാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ആന വളരെ ശാന്തനായി നിൽക്കുന്നുണ്ട്. അതിനത്രയോളം ബുദ്ധിമുട്ടുമുണ്ട്, പ്രത്യേകിച്ചും ചൂട് കൂടിയ സമയം കൂടിയാണ്. എന്തായാലും നിലവിൽ ആനയൊന്ന് തണുപ്പിച്ച് അതിന് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ കൊടുത്ത് പതുക്കെ വൈകുന്നേരത്തോടു കൂടി അതിനെ കാട്ടിലേക്ക് കയറ്റിവിടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ് നിലവിലുള്ളത്. ഒരു വീട് പണി നടക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ ആന വന്നത്. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ആനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.